ഫാറ്റി ലിവർ അതിഭയങ്കരമായി സമൂഹത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരാള് ഫാറ്റി ലിവർ ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സംഭവ കാര്യം അത് ഞാൻ പറയാം. അദ്ദേഹത്തിന് 55 വയസ്സായിരുന്നു. ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണാനാണ് വന്നത്. അപ്പൊ വന്ന സമയത്ത് കാലിന് നീരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. സംശയം തോന്നി ഡോക്ടർമാര് ബ്ലഡ് പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടു. ഫാറ്റി ലിവർ ആയിരുന്നു സംശയം. ഫാറ്റി ലിവറിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ അങ്ങനെ മദ്യപിക്കാറില്ല, മറ്റ് നോൺ വെജുകൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും ഫാറ്റി ലിവർ വരില്ല എന്ന് ഞങ്ങൾ എല്ലാവരും കരുതിയത്. പക്ഷെ എങ്കിലും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ സ്റ്റേജ് 3 ആയിരുന്നു ഫാറ്റി ലിവർ. അദ്ദേഹം ആ റിപ്പോർട്ട് വിശ്വസിക്കാൻ തന്നെ തയ്യാറായില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് കരുതിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻഡ് ലൈഫുള്ളതാണ്, എക്സസൈസ് ഒക്കെ ഉണ്ട്, നമ്മളോട് പറഞ്ഞിട്ട് തന്നെ പുറത്തു പോയി ഒന്നുകൂടെ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പുറത്തു പോയി മറ്റൊരു ലാബിൽ പരിശോധിച്ചപ്പോഴും റിസൾട്ട് ഇത് തന്നെയായിരുന്നു. അദ്ദേഹം ആകെപ്പാടെ തളർന്ന അവസ്ഥയിലാണ് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയിരുന്നില്ല. പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഫാറ്റി ലിവർ വരാൻ വേണ്ടി മദ്യപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൊഴുപ്പുള്ള ആഹാരം കഴിക്കണമെന്നില്ല. അത് പാരമ്പര്യമായ പല ഘടകങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പരിശോധന, നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രോഗ്രസ് കാർഡാണ് പരിശോധന, ശരീരത്തിന്റെ കംപ്ലീറ്റ് പരിശോധന വർഷത്തിൽ ഒരു തവണയെങ്കിലും, പ്രത്യേകിച്ച് ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അനിവാര്യതയെ മാറിയിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റുകളെല്ലാം മാറി, റൂട്ടീനൊക്കെ കാലാനുസൃതമായിട്ട് നമുക്ക് മാറ്റം വരുത്തി, എക്സസൈസുകൾ കുറവാണ്, മാനസികമായിട്ട് പലപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ പലർക്കും കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചെക്കപ്പുകളൊക്കെ നടത്തുക. അത്യാവശ്യം ചെക്കപ്പുകൾ നടത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ഒരു രോഗം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒട്ടും തള്ളിക്കളയരുത്. ഏതൊരാളും ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട്, പ്രത്യേകിച്ച് 45 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ട് ചെയ്യണം. അതിന് എക്സസൈസുകൾ ചെയ്യുന്നുള്ളത് തന്നെ ഒരു ശീലമാക്കി മാറണം. അതുപോലെ ഫുഡുകൾ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് അനുസരിച്ച് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയോടെ ചെയ്യണം. താങ്ക് യു.